2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരം പിടിക്കുക എന്നത് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനും കേരളത്തിൽ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ വിഷയമാണ്. സാഹചര്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതും നടപ്പാക്കുന്നതും. എല്ലാ കാലത്തും ജാതി മത സമവാക്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃനിരയിൽ വലിയ പരിഗണന നൽകാറുണ്ടായിരുന്നു. എന്നാൽ ഏറെക്കാലമായി കോൺഗ്രസിന്റെ നേതൃനിരയിൽ ദൃശ്യമാകുന്നത് ഒരു നായർ ബാഹുല്യമാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, തിരുവനന്തപുരം MP ശശി തരൂർ, കെ മുരളീധരൻ, എല്ലാത്തിലും ഉപരിയായി AICC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗവുമായ മലയാളി നേതാവ് KC വേണുഗോപാൽ എന്നിവരെല്ലാം നായർ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ വീഴ്ത്തണം. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും പ്രത്യേകിച്ച് CPMന്റെയും അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇഴവ വോട്ട് ബാങ്കുകളാണ്. ഈ വിഭാഗത്തിൽ നിന്നൊരു നേതാവ് കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഇല്ലാത്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പോരായ്മയാണ്. R ശങ്കറിന് ശേഷം കേരളത്തിൽ ഒരു കോൺഗ്രസിന്റെ പ്രതിനിധിയായ ഇഴവ മുഖ്യമന്ത്രിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോഴാണ് VM സുധീരന്റെ പേര് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പരിഗണനയിലേക്ക് ഉയർന്നു വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ 2014 അന്ന് KPCC അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭാഗമായപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് VM സുധീരനെ KPCC അധ്യക്ഷനായി അവരോധിച്ചത്. എന്നാൽ സുധീരന്റെ പ്രത്യയശാസ്ത്രപരമായ കടുംപിടുത്തങ്ങളും ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ പ്രായോഗിക രാഷ്ട്രീയവും പലപ്പോഴും ചേർന്നു പോയിട്ടുണ്ടായില്ല. ഈ ആശയ സംഘർഷങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ബാർക്കോഴ വിഷയമുണ്ടായതും UDF അധികാരത്തിൽ നിന്ന് പുറത്തുപോയതും. ഇതിന്റെ പേരിൽ ഏറെ പഴികേട്ട നേതാവ് കൂടിയാണ് VM സുധീരൻ. കോൺഗ്രസ് അണികളുടെ രൂക്ഷമായ വിമർശനങ്ങൾക്ക് അദ്ദേഹം ഇന്നും വിധേയനാകുന്നത് ഈ വിവാദങ്ങളുടെ പേരിലാണ്. എന്നാൽ പ്രത്യയശാസ്ത്രപരമായി കോൺഗ്രസിന്റെ നിലപാടുകൾ മാത്രമാണ് സുധീരൻ ഉയർത്തിപ്പിടിച്ചത് എന്ന് നാം ഓർക്കണം. അന്നത്തെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം 3 സ്റ്റാറിൽ താഴെയുള്ള ബാറുകൾക്ക് ലൈസൻസ് പുനരനുവദിക്കില്ല എന്നതായിരുന്നു. സുധീരൻ ഈ ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ചില ഘടകകക്ഷികളുടെയും പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെയും നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങി സുധീരന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കുവാൻ 5 സ്റ്റാറിൽ താഴെയുള്ള എല്ലാ ബാറുകളും അടച്ചിടുവാനാണ് ഉമ്മൻചാണ്ടി തീരുമാനിച്ചത്. ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കിടയിൽ വലിയ പ്രതിച്ഛായയും സ്വാധീനവും സ്വീകാര്യതയുമുള്ള VM സുധീരനെ ഇടതു കോട്ടകളായ ആലപ്പുഴയിൽ നിന്നോ മണരൂരിൽ നിന്നോ മത്സരിപ്പിച്ചാൽ അവിടെ വിജയം ഉറപ്പാക്കുവാൻ കഴിയുമെന്നും VM സുധീരന്റെ സ്ഥാനാർത്ഥിത്വം വഴി കേരളത്തിലെമ്പാടുമുള്ള ഇഴവ വോട്ടുകളിലേക്ക് കടന്നു കയറുവാൻ സാധിക്കുമെന്നുമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. UDFനും കോൺഗ്രസിനും ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ VM സുധീരനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുവാനുള്ള സാധ്യതകളും ശക്തമാണ്. കേവലം 1 വർഷം ആരോഗ്യമന്ത്രിയുടെ പദവി അലങ്കരിച്ച സുധീരൻ ഇന്നും കേരളത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു നേതാവാണ്. സ്പീക്കറായിരുന്ന കാലത്ത് ഏറ്റവും നിഷ്പക്ഷനായി പ്രവർത്തിച്ചു എന്ന അംഗീകാരവും അദ്ദേഹത്തിന് സ്വന്തമാണ്. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച VM സുധീരൻ ഹൈക്കമാൻഡിന്റെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങുമോ, മത്സര രംഗത്തിറങ്ങുമോ എന്നതെല്ലാം കണ്ടിരുന്ന് അറിയേണ്ട കാര്യങ്ങളാണ്. ഈ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.